പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ റിസർവോയറിൽ ജീപ്പ് ഇറക്കി യുവാക്കളുടെ അഭ്യാസം. ജീപ്പ് വെള്ളത്തിലൂടെ ഓടിച്ചു കയറ്റുന്ന ദൃശ്യം പുറത്തുവന്നു. ഒരു യുവാവ് ജീപ്പിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. നിയന്ത്രണങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഡാമിന്റെ ഇരുമ്പ് കച്ചോല മേഖലയിൽ യുവാക്കളുടെ അഭ്യാസം നടന്നത്. ആദ്യം ആ ദൃശ്യങ്ങൾ കണ്ടുവരാം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുണേ, ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് എന്തു പറയാനാണ്? അതായത് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ നടത്തിയാൽ, ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചാൽ വലിയ ഹീറോ പരിവേഷം കിട്ടുമെന്നാണ് ഇവർ ധരിക്കുന്നത്. ആ ഒരു ചിന്താഗതിയെ തെറ്റുപറയാൻ കഴിയില്ല. കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വീഡിയോകളെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. അത് മറ്റൊരു കാര്യം. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണോ ഇങ്ങനൊരു സംഭവം നടന്നത് പുറത്തറിയുന്നത്? ഇത് തടയാനോ പ്രതിരോധിക്കാനോ ചോദ്യം ചെയ്യാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ലേ അരുണേ? ഇതിന്റെ പേരിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ അധികൃതർ ആരംഭിച്ചിട്ടുണ്ടോ? അതിര പറഞ്ഞതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് ഇതിങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ആളുകൾ തിരിച്ചറിയുന്നത്. കഴിഞ്ഞ ദിവസമായിരിക്കണം ഇങ്ങനെ ഈ ഓഫ് റോഡ് ജീപ്പിനെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ റിസർവോയറിൽ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഇരുമ്പകച്ചോല ഭാഗത്താണ് ഓഫ് റോഡ് ജീപ്പിനെ ഈ ജലാശയത്തിലേക്ക്, ഡാമിന്റെ റിസർവോയറിലേക്ക് ഇറക്കി വെള്ളത്തിലൂടെ തലങ്ങും വിലങ്ങും ഓടിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു യുവാവ് ഈ ജീപ്പിന് മുകളിൽ നിന്ന് ഡാമിലേക്ക് എടുത്ത് ചാടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിയന്ത്രണങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഈ യുവാക്കളുടെ അഭ്യാസ പ്രകടനം എന്ന് തന്നെയാണ്. പ്രധാനമായിട്ടും ഡാമിലെ റിസർവോയറിലേക്ക് ഇറങ്ങരുത് എന്ന് പലയിടത്തും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ രീതിയിൽ ചതിക്കുഴികളും മറ്റുമൊക്കെ ഉള്ളതാണ് ഈ ഡാമിന്റെ റിസർവോയറുകൾ. അത് കാഞ്ഞിരപ്പുഴയാണെങ്കിലും മലമ്പുഴയാണെങ്കിലും ഒക്കെ നിരന്തരം പലതവണ അപകടങ്ങൾ ഈ ഡാമുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ ജലാശയത്തിലേക്ക് ഇറങ്ങി ചതിക്കുഴികളിലും മറ്റുമൊക്കെ പെട്ട അപകടങ്ങൾ പലതവണ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഈ ഓഫ് റോഡ് ജീപ്പിനെ ഡാമിന്റെ റിസർവോയറിലേക്ക് ഇറക്കി തലങ്ങും വിലങ്ങും ഓടിക്കുകയും അതിൽ ജീപ്പിന്റെ മുകളിൽ നിന്നൊരു യുവാവ് വെള്ളത്തിലേക്ക് ചാടുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ ജലസേചന വകുപ്പ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഈ വിഷയത്തിൽ നടപടിയെടുക്കും എന്നും സൂചനയുണ്ട്. കാഞ്ഞിരപ്പുഴ സ്വദേശികൾ തന്നെ ആയിട്ടുള്ള യുവാക്കളാണ് ഈ അഭ്യാസ പ്രകടനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതും വിവരമുണ്ട്. ഏതായാലും ഇതുവരെ അറസ്റ്റോ മറ്റു നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. സംഭവം നടന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായിരിക്കാനുള്ള സാധ്യതയാണ്. ഈ 2 ദിവസത്തിനുള്ളിലാണ് ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കാഞ്ഞിരപ്പുഴ ഡാമിന്റെ റിസർവോയറിലാണ് ഓഫ് റോഡ് ജീപ്പ് ഇറക്കി ഇങ്ങനെ അപകടകരമായിട്ടുള്ള രീതിയിൽ ഉള്ള അഭ്യാസ പ്രകടനം ഒരു സംഘം യുവാക്കൾ നടത്തിയിരിക്കുന്നത്. വ്യക്തമാണ് അരുൺ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു വശത്ത് ഉപജീവന മാർഗത്തിനായി കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 3 കുടുംബങ്ങളാണ് അവരുടെ വരവിനായി കാത്ത് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊരു വശത്ത് നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളുമായി സ്വന്തം ജീവൻ പണയം വെച്ചിട്ടുള്ള അഭ്യാസങ്ങൾ യുവാക്കൾ തന്നെ നടത്തുന്നത്. അപ്പോൾ ഔചിത്യബോധം അതെവിടെ നമ്മൾ പ്രയോഗിക്കണം എന്നുള്ള വലിയൊരു ചോദ്യം അത് യുവാക്കൾക്ക് മുന്നിലേക്കാണ് ഉയർത്തുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.